എല്ലാവരും കട്ടിലേലാണോ? എല്ലാവരും സെയിം കട്ടിലേൽ ഉറക്കമാണോ? ഞാനൊക്കെ രാവിലെ ജിമ്മിൽ പോയി വർക്കൗട്ടും കഴിഞ്ഞ സമയം 8 മണിയായി. എല്ലാവരും നല്ല ഉറക്കം. എണീറ്റാ ടക്കറിക്കൂട്ടൻ എണീറ്റാ? രണ്ടുപേരും കൈ പിടിച്ച് ചക്കി നല്ല ഉറക്കം. നാളെ പയ്യ എണീറ്റ് കിടക്കുന്നു. ഏച്ചക്കൂട്ടൻ രണ്ടുപേരുടെ നടുക്ക് രാജാവിനെ പോലെ കിടക്കുവാണല്ലോ. ടാക്സിക്കൂട്ട ലൈറ്റ് ഓഫ് ചെയ്തപ്പോ അവൻ എന്നെ ഇതുപോലെ എന്നെ അവിടെ മുത്തുമണി എന്നാ ഓ കുരുത്തേക്കണേ. ചിരിച്ചട്ടെ കേക്കില് വരുന്നുണ്ട്, കേക്കില് വരുന്നുണ്ട്. ആ വലിയ കേക്കില് വരുവാ. എന്താണ് അടുക്കളയിലൊക്കെ? പിള്ളേരുടെ ഒരു ഫേവറേറ്റ് സാധനം, കുറേ നാളെ ഒരു മിസ് ചെയ്യുമെന്ന് പറയും. നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന ഒരു ടൊമാറ്റോ ചട്നിയും പേപ്പർ ദോശയും. പക്ഷേ പേപ്പർ ദോശ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ട്രൈ ചെയ്ത് നോക്കുക. അറിയത്തില്ല, നോക്കട്ടെ. ആദ്യം ചുറ്റോക്കാം. ചവിട്ടി കീറുക കുഞ്ഞിച്ചെറുക്കൻ. നിനക്ക് കമന്നതേ ഉള്ളൂ. ഇത് നേരെ പിടിച്ചു കഴിഞ്ഞിട്ട് നടക്കുവാന്ന് തോന്നുന്നു. അതിനിടയിലുള്ള സ്റ്റെപ്പുകളൊന്നും പുള്ളിക്കില്ല. അയ്യോ അവന്മാര് പോയെന്നെ. കപ്പളത്തിന്റെ അവിടെ, അതായത് പച്ച കളറിലും തത്തമ്മ പച്ച കളറിലും ഒക്കെ ഭയങ്കര. എനിക്ക് ഈ മൂലത് എങ്ങോട്ടും പോകണമെന്ന് എന്തോ അവരെ കണ്ടിരിക്കാലോ. അത് ചുമ്മാ ഇരുന്നാൻ പറ്റില്ലല്ലോ, പണിയെടുക്കണ്ടേ. നമ്മൾ ചുമ്മാ പുറത്ത് പോവാ അല്ലേ? ആണോ? ആണോ അല്ലേ? പറഞ്ഞേ. പുറത്ത് പോവാ നമുക്ക് കേട്ടോ. എന്നെ കളിപ്പിക്കോ ജോണിക്കുട്ടി? മേത്ത് മുട്ടിക്കല്ലോ കേട്ടോ. എന്നെടുക്കോ? റെഡിയായോ ചക്കി? പോയാലോ? അവളെന്തി? ഡയപ്പറൊക്കെയാണ്. സാരി ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാം. അവൾ റെഡിയായോ? ടക്കരെ കാലാവസ്ഥ മാറി പെട്ടെന്നല്ലേ. വെയില്, മഴ, തെളിച്ചം, ഇരുട്ട്, ഇങ്ങനെ എപ്പോഴും മാറി മാറി വരും കേട്ടോ. പക്ഷെ എന്തൊക്കെയാന്ന് പറഞ്ഞാലും പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അത് ഇച്ചിരി കൂടെ മൂക്കാനുണ്ട് ചേയ. ഇത്ര കൊതി പാടില്ല കേട്ടോ. അത് അവിടെ നിന്ന് ഇച്ചിരി കൂടെ പഴുകിട്ടെ ചേ. കിളി കൊത്തൂല. എല്ലാ ദിവസവും ഞാൻ വന്ന് നോക്കിട്ട് പോന്നാ. അമ്മേ മോനെ പഴയ 18കാരനൊന്നും അല്ല കേട്ടോ. 10-41 വയസ്സായി ഇടക്കളവരായി. സൂക്ഷിച്ചില്ലെങ്കിൽ പണി പാടുവേ. ഇച്ഛായാ അമ്മച്ചി, ഈ മനുഷ്യൻ മാറിയതോ തിരുപ്പിക്ക് ആരും കണ്ടില്ല. ഒരു പേരയ്ക്ക് വേണ്ടിട്ട് ആ പേര മുഴുവൻ വെച്ചാൽ ഓടിച്ചു കളയോ? അതാ പറഞ്ഞേ. അത് ഇച്ചിരി അത് മൂത്തില്ലേ ചേ? ഇച്ചിരി കൂടെ പഴുക്കട്ടെ ചേ. അതാ ഇച്ചിരൂടെ മൂക്കണായിരുന്നു. അത് ഉരുണ്ടു പോണു. യേസ്, ക്യാച്ച് പിടിച്ച ചക്കി. ഉറുമ്പാണോ ഇല്ല? ഇതിലെ കഴുകിക്ക്, ഈ വെള്ളത്തിൽ കൊണ്ട് കഴുകുക. ഇത്ര മഴ പെയ്തു നനഞ്ഞ് വന്ന്. കുട്ടാപ്പൂന് വേണോടി, മാളിന് കൊടുക്കുക. അവർക്ക് ഏറ്റവും ഫേവറേറ്റ് അല്ലേ. ആപ്പാ ബേബി കഴിച്ചപ്പാ. നമ്മുടെ കുഞ്ഞു ആടി വരണ്ടേ? ചേച്ചി നള്ളി പിടിച്ചിരിക്കണോ? ഇച്ചായും കൊന്നേ. ആ തുഞ്ചറ്റത്ത് കിടക്കുന്ന കപ്പളങ്ങ ഉണ്ടല്ലോ ചായ. സൂപ്പർ പഴം ചായ തന്നെ ചായ.
എനിക്ക് നമ്മളെ മറ്റേ ജോണിക്കുട്ടിയുടെ ഏറ്റവും നല്ല പേര്. ഏറ്റവും നല്ല വണ്ടിയാണോ? ആ എനിക്ക് വേളാക്കണിയാണ് ഇഷ്ടമുള്ളത്. കയ്പല അറിയോ? അത് ഭയങ്കര പഴുത്തിരുന്നു. ഇത് ഇത്രേ പഴുക്കാവുള്ളൂ. ശരിക്കും ടേസ്റ്റ് ഇടാനില്ല. പക്ഷെ മറ്റേത് അവിടുത്തപ്പല്ലേ? കളറ് അത് വേറെ ടൈപ്പില്ല. ആ വേറെ ടൈപ്പ് ചക്കിക്ക് വേണോ? ചക്കിക്ക് കൊടുത്തടാ. എനിക്ക് സീറ്റ് ബെൽറ്റ് തരണം. അത് നല്ലതാണോ? ശരിക്കും അല്ലേ ഹാർഡായിട്ടുള്ളത് അത്. കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ളത് അത് ചക്കയിലിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചക്കി പപ്പയ്ക്ക് ഇഷ്ടമാണേ. കഴിച്ചോ കഴിച്ചിട്ട് തന്നാൽ മതി. പിള്ളേര് കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ ഓർമ്മകളുള്ളല്ലേ. ആണോ? കൊച്ചു കഴിച്ചോ. അല്ല എല്ലാം പപ്പയ്ക്ക് വേണ്ട. ആദ്യം ചിക്കൻ്റെ ബ്ലൗസ് തയ്പ്പിക്കാൻ പോണോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈസ മേടിക്കും അല്ലേ? അങ്ങനെ ബ്ലൗസ് ഒക്കെ കൊടുത്തിട്ട് തിരിച്ചിറങ്ങി വന്നു. തിരിച്ചിറങ്ങി തലയൊക്കെ മഴപ്പിച്ചിട്ടാ വന്നേക്കുന്നല്ലേ? അതെ, തല റെറ്റിടി വരിപ്പത്ത്. ബസ് സ്റ്റാൻഡ് അടിമാലിയാണ് വെച്ചാൽ കുഞ്ഞിത്തണ്ണി സരാവതി കട്ടപ്പന രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി വിട്ട് പോട്ടെ. വിട്ട് പോകേണ്ടി നോക്കുന്നു. എന്തോ യൂട്യൂബ് ഷോർട്സ് നോക്കിയപ്പോ ഒരു പാട്ടിട്ട് പോകും ബീറ്റ് ഉള്ളതുകൊണ്ട് അതിനുറങ്ങിപ്പോയി. ബീറ്റുള്ള പാട്ടിട്ട് പുറങ്ങിപ്പോയോ? പൊളിച്ചല്ലോ. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ തിരക്കിൽ നിന്ന് നമ്മൾ പയ്യെ വേണ്ട പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നമ്മുടെ ബൈസൺ വാലിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താ വെച്ചാൽ ബൈസൺ വാലിയിൽ എന്താണുള്ളത്? സ്ഥലമാണ് ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് അടുത്താണ് ഈ പറഞ്ഞ സ്ഥലം. അവിടുന്ന് മൂന്നാറിന് അടുത്താണ്. നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ്. എല്ലാ പ്ലോട്ടുകളും സ്ഥലങ്ങളും അടുത്തടുത്താണ് കേട്ടോ. പക്ഷെ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ബോറടിയാണല്ലോ. അയ്യോ, നാട്ടില് ഇത്രയും കഷ്ടപ്പെട്ട് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോ എങ്ങോട്ടെങ്കിലൊക്കെ ഒരു ഉച്ചയാകുമ്പോഴേക്കും പോവാണെങ്കിൽ അവസ്ഥ അല്ല, ഇത്ര റിസ്ക് എടുത്ത് നമ്മള് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ചുമ്മാ മുറിക്കകത്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടിട്ട് വന്നതല്ലോ. അപ്പൊ പിന്നെ ഒരു സന്തോഷം അല്ലേ. പക്ഷെ ഹൈറേഞ്ചിന്റെ വഴിയിലൂടെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പണിപ്പാളൂ കേട്ടോ. പയ്യെ പോയാലേ എനിക്ക് പറ്റുള്ളൂ. ഈ വളവും കയറ്റവും ഇറക്കവും ഒക്കെ ഭയങ്കര സ്പീഡിൽ കറക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. കോഴിക്കോട് ഫുള്ള് റിസോർട്ടുകളാട്ടോ. ഇപ്പൊ നമ്മൾ ഈ വന്ന ഫുള്ള് എല്ലാ റിസോർട്ടുകളാണ്. നമ്മുടെ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞതേ അടുത്തത് ഇത് ബൈസൺ വാലി ടൗണിലാണ്. അപ്പം നമ്മള് ഫുഡ് കഴിക്കുന്ന ടൈമായി. വിശക്കുന്നുണ്ടോ? ചിക്ക് ബ്ലൗസ് തയ്ക്കാൻ പോയിട്ട് കുറെ മണിക്കൂർ എടുത്തു. അവിടെ കുറച്ച് സമയം എടുത്തു അളവെടുക്കാനൊക്കെ ആയിട്ട്. ദൂരെ സ്ട്രീറ്റ് ഡോഗ്സ് അല്ല. ഇവിടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ട്രീറ്റ് ഡോഗ്സിനെയാണ്. ഇവരൊക്കെ കാമായിട്ടുണ്ട്. പക്ഷെ ചിലയിടത്ത് ഭയങ്കര വയലന്റ് അഗ്രസീവ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ബിരിയാണി ഞാൻ ചോറ് പറഞ്ഞു. എൻ്റെ ഒരു സൈഡ് മൂന്നാറും ഒരു സൈഡ് രാജാക്കാടുമായിട്ടാണ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ സ്ഥലം. ഇവിടെ എല്ലാം റിസോർട്ടുകളാണ്. നമ്മുടെ ഒരതിര് ഈ റിസോർട്ടാണ്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. ഇവിടുത്തെ മെയിൻ കൃഷി എന്നാണെന്നറിയോ ചേക്കോ? ഏലം. ഇവിടെ നിന്ന് തൊട്ട് നമ്മുടെ താഴത്തേക്കാണ് നമ്മുടെ സ്ഥലം. ഈ പച്ച പിരിച്ചകളല്ലേ? ആ, ഏലമാണ്. ഇത് പണിക്കാരൊക്കെ താമസിക്കുന്ന, നേരത്തെ കടയായിരുന്നു, ഇപ്പം പണിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് ഇപ്പോൾ കോട ഇറങ്ങിയേക്കുന്നത് കാണാൻ പറ്റത്തില്ല. മൂന്നാറും സൂര്യനെല്ലിയൊക്കെയാണ് ഒരു സൈഡ്. ഫുള്ള് മരങ്ങളായിരിക്കും. സാധാരണ ഏലത്തോട്ടത്തിനകത്ത് മൊത്തം പ്ലാവ് ഇതൊക്കെയാണ്. ഫുള്ള് ഏലമാണ്. ആ മല കണ്ടോ? അത് മൂന്നാർ സൈഡാണ്. ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. ഇതാണ് ഏലം. നമ്മുടെ ഈ സ്ഥലമൊക്കെ പാട്ടത്തിന് കൊടുത്തേക്കുവാണ്. അപ്പം വർഷത്തിൽ ഒരേക്കറിന് ഇത്ര രൂപയെന്ന് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാകുമ്പോൾ നന്നായിട്ട് പണിത് ആദായം ഉണ്ടായിക്കോളും. നമുക്ക് നോക്കാനൊന്നും പോകണ്ട, എല്ലാം കൊണ്ട് സൗകര്യം. അവരിറങ്ങിയില്ല, കൊച്ചുറക്കമായിരുന്നു.
എടുക്കോ. നിങ്ങൾ കഴിപ്പോട് കഴിപ്പാണോ ഫുൾ ടൈം? ആണോ? പഴം ഞാലിപ്പൂമ്പഴം. ഞാലിപ്പൂവമ്പഴം. ഒരു ഞാലിപ്പൂമ്പഴം 40 ആപ്പിളിന്റെ ഗുണം ചെയ്യുന്നു. ശരിയാണോ? അതെ 10 ആണോ? 10 ആപ്പിളിന്റെ ആണ്. ഇച്ചിരി കൂടിപ്പോയോ? ഓവർ തള്ളായി പോയോ? ഇച്ചിരി ഓവർ തള്ളായി പോയോ? നമ്മൾ പോകുന്നത് ഇപ്പൊ ഹൈ റേഞ്ചിൽ ഒരു ഏലത്തോട്ടത്തിന് നടുക്കോടെയുള്ള ഒരു വഴിക്കാണ്. ചെമ്പരത്തി കൊരങ്ങുപാറ എന്ന് പറയുന്ന സ്ഥലമാണ്. കൊരങ്ങുപാറ ഇവിടെയായിരുന്നു ആദം ജോൺ മറ്റേ ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നവിടെയായിരുന്നോ? അറിയത്തില്ലല്ലോ. പണ്ട് ഇതിലൂടെ ചെറിയ നടക്കുന്നൊരു വഴി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് തെളിഞ്ഞ് നേരെ ഇത് NR-City, അതായത് രാജകുമാരിയിലേക്കാണ് ഈ വഴി ചെല്ലുന്നത്. നല്ല രസമല്ലേ? ചെറിയ കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട്. നിറച്ച് കായ കേട്ടോ. ഏലത്തിന് നല്ല കായ ഈ പ്രാവശ്യം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കായ കുറവായിരുന്നു. അതുപോലെ പണിയുണ്ട് ഏലത്തിന്. ദൂരം ചെമ്പരത്തിയല്ലേ? അതായത് എപ്പോഴും വണ്ടി പോകുന്ന വഴികളല്ല ഇത്. കുറച്ചാണ് ഇത്. ഫുൾ ഏലത്തോട്ടമാണ് 2 സൈഡും. പക്ഷെ നല്ല രസമല്ലേ? ചില മരത്തിന്റെ ഒക്കെ വേര് തള്ളിയിപ്പുണ്ട്. 1-2 മറിഞ്ഞു വീണ് കിടപ്പുണ്ട്. അത് ഈ ഇടയ്ക്കാണ് റോഡിന് വീതി കൂട്ടിയത് ഈ സൈഡ്. ആന ഇറങ്ങാൻ വഴിയൊന്നുമില്ല. ആന ഇറങ്ങൂതില്ലേ? ഇത് ഫുള്ള് ഏലത്തോട്ടല്ലേ. ആന ഇറങ്ങില്ല അല്ലേ? ഇവിടെ ആനയില്ലാത്ത സ്ഥലമാണ്. പക്ഷെ ആന വരാറുണ്ട് വേനൽക്കാലത്തൊക്കെ. ഇപ്പൊ ആനയ്ക്ക് തീറ്റയൊക്കെ ഇഷ്ടമായിട്ടുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. തിന്നൂല, ചുമ്മാ അതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാലേ ഉപദ്രവിക്കത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഉപദ്രവിക്കാൻ ആണോ? പിന്നല്ലേ, ആന അങ്ങനെ പെട്ടെന്ന് ഉപദ്രവിക്കത്തില്ല. അതിന് ഇപ്പൊ ഇതിനു മുമ്പ് ആരെങ്കിലൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റേനൊക്കെ ഇറങ്ങിട്ട് ഓടി വന്ന് കുത്തി വണ്ടീനൊക്കെ കുത്തുന്നോ? അങ്ങനെയൊന്നുമില്ല. ഓണ വഴിക്ക് വണ്ടീനെ ഇടിക്കാനൊക്കെ അത് ആൾക്കാർ പലപ്പോഴായിട്ട് ഉപദ്രവിക്കുമ്പോഴാണ്. ഞാൻ നാട്ടിലുണ്ടായിരുന്ന ഇങ്ങനെ ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടി എന്താണെന്നറിയോ? ആൾക്കാരെ നല്ല സ്ഥലങ്ങൾ കൊണ്ടേ കാണിക്കുക, എന്നിട്ട് അവർക്ക് നല്ല ഹോംലി ഫുഡ് ഒക്കെ കൊടുക്കുക, അല്ലേ? നല്ല ഹോസ്പിറ്റാലിറ്റി കൊടുക്കുക, അല്ലേ? വരുന്ന ഗസ്റ്റിന്. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും മാങ്ങാപ്പഴം കഴിച്ച് എന്തേ മാങ്ങാപ്പഴം ഇങ്ങനെ കട്ട് ചെയ്ത്, നല്ല മാങ്ങാപ്പഴമാണ്, കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആള് ഡ്രസ്സ് മാറി, ജോണിക്കുട്ടി ഡ്രസ്സൊന്നും മാറിയില്ല. മഞ്ച് വേണമെന്ന് പറഞ്ഞു, മഞ്ച് വാങ്ങിച്ചു. നിങ്ങൾ സർപ്രൈസ് സാധനം കാണിക്കട്ടെ. മമ്മയ്ക്ക് അറിയാം, മമ്മ കാണട്ടെ. പക്ഷെ അതിൽ എഡിറ്റ് ചെയ്തില്ല. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ കുഴപ്പമില്ലോ, നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണിക്കുമ്പോൾ കുഴപ്പമില്ലോ, കോപ്പിറൈറ്റ് വരത്തില്ലോ. അതായത് നമ്മുടെ വീഡിയോ കിട്ടിയേ, വീഡിയോ അതായത് ഞങ്ങൾക്ക് ഭയങ്കര ചെക്ക് പിടിച്ചോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിള്ളേരുടെ റിയാക്ഷൻ കാണാൻ പോവാട്ടോ. ഓക്കെ, അതായത് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ആ വീഡിയോ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് ഫസ്റ്റ് മമ്മ സ്ക്രീനിന് കളറൊക്കെ ഫസ്റ്റത്തെ കോപ്പിറൈറ്റ് വരത്തില്ല. കാണാവോ? ചക്കയായിരുന്നു നമുക്ക് ആദ്യമായിട്ടുണ്ടായ നോർമൽ ഡെലിവറിയിലുണ്ടായ കുഞ്ഞാവ. കാര്യം എന്നാ പറഞ്ഞാൽ ഈ സമയമാകുമ്പോഴേക്കും ഭയങ്കര ടെൻഷനാണ്. ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കൂടാവും. ഈ ഡെലിവറി വരെയുള്ള സമയങ്ങളെ ചവയ്ക്ക് പിടിച്ച് കാണത്തില്ല. സിനിമ പോലെ ഡോക്യുമെന്ററി എല്ലാം അറിയണ്ടോ? ഇരിക്കണമൊക്കെ മടിയില് എല്ലാം അറിയുന്നുണ്ടോ? ആർക്കുണ്ടോ?
തുടങ്ങുകയാണ്. തുടങ്ങി ഇപ്പോൾ ഓൾറെഡി തുടങ്ങി. എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ബിഗിനിങ്. 7 മക്കളെ സ്വപ്നം കണ്ട് നമ്മൾ കല്യാണം കഴിച്ചു. 4-ലെത്തിയിരിക്കുകയാണ്. എന്താണ് 4 നിർത്തി 4-ലെത്തി നിന്നു. പക്ഷെ എസക്കുട്ടന്റെ കൂടെ അങ്ങനെ കൊടുത്തില്ല. എസക്കുട്ടൻ കുഞ്ഞതല്ലേ സ്റ്റൈല്. ഇങ്ങനെ അവന്റെ ഒരു കുഞ്ഞിന്റെ കൂടെ ആഡ് ചെയ്യാറുള്ളൂ. അവരെ ആ ഒരു ഇത് അതുകൂടെ ഒന്ന് പറയണേ. എങ്ങനെയുണ്ട്? വളരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും ഒരു ബ്ലെസ്സിങ് കിട്ടിയ പോലെയായിരുന്നു. റൂമിൽ പോയിട്ട് മാർപ്പാപ്പയെ കാണാൻ അല്ലേ, ഇന്നും ഓർക്കുമ്പോൾ ബട്ടർഫ്ലൈസ് ആയിരുന്നൊരു. എങ്ങനെയുണ്ടായിരുന്നു മാളു? ഏറ്റവും ബെസ്റ്റ് വീഡിയോ എന്റെ ജീവിതത്തിൽ ആണോ? ലൈഫിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് വീഡിയോയാണ്. നമ്മുടെ യൂട്യൂബിനകത്തൊക്കെ ഭയങ്കരമായിട്ട് തപ്പി എല്ലാ വീഡിയോസും എടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടില്ലേ? അവരുടെ വർക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ നല്ല ടാലന്റ്, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇമോഷണൽ ആയി കളഞ്ഞു. ഒത്തിരി പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്തു വീഡിയോ കണ്ടിട്ട്. അടിപൊളിയാണ്. പക്ഷെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് എഡിറ്റ് ചെയ്ത് നല്ല വർഷം കിട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവര് നമ്മളെ ഷൂട്ട് ചെയ്തപ്പോ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ. സംഭവം നമ്മൾ നല്ല സ്ട്രെസ്സിലായിരുന്നു. പക്ഷെ എന്നാൽ അവരുടെ സെഗ്മെന്റ് അവർ ചെയ്യുന്നതെല്ലാം നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിപ്പോയി. നമ്മുടെ വീഡിയോ ഫോട്ടോ എടുത്തത് ഫോക്സ് ഐ അല്ലേ? അവര് കൊല്ലം ബേസ്ഡായിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും കേരളത്തിൽ എല്ലായിടത്തും അവർ വന്ന് ഇത് ചെയ്യും. പക്ഷെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഫോട്ടോസ് ഇടുക്കി വെച്ച് അവർ ചെയ്തേക്കുന്നത് ഫോട്ടോഷൂട്ട് കണ്ടതിന് ശേഷമാണ് കൺഫേം ചെയ്തത്. പക്ഷെ നമ്മൾ അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ നല്ല അടിപൊളിയായിട്ട്. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എന്തെങ്കിലും പോരായി പോകുന്നെങ്കിലേ ഉള്ളൂ. അവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിലെ ഫോട്ടോഷൂട്ട് കണ്ടാൽ നമ്മളിത് കൺഫേം ചെയ്യുന്നത് അല്ലേ? നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ ഞാനും മമ്മിയുടെ ഗ്രീൻ ആണെങ്കിൽ നല്ല മാച്ചാണ്. യൂണിഫോം ആയി പോവല്ലോ. ഇത് ശരിക്കും ഇതിന്റെ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈറ്റ് ഷെയ്ഡ് ആയിരുന്നു നോക്കിയത്. പിന്നെ റോസ് എന്നുള്ള ഒരു റോസാപ്പൂവിന്റെ ഒരു ഇത് തന്നെയായിരുന്നു. പിന്നെ ബ്ലൂ നമുക്ക് റിലീജിയസ് സ്പേസിൽ പറയാൻ പറ്റത്തില്ല. പക്ഷെ മാതാവിന്റെ ഒരു ഇതിനോട് ചേരുന്ന പോലെയാണ് ബ്ലൂ നമ്മൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ റോയൽ ബ്ലൂവും ഈ റോസും കൂടെ മാച്ച് ആകുന്ന ടൈപ്പിലുള്ള ഒരു കോംബോയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഡിഫറെന്റ് ആയിട്ട് നിൽക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. യൂണീക്ക് ആയിട്ട് ഫീൽ ചെയ്യാൻ നമ്മൾ തന്നെ ചൂസ് ചെയ്തത്. പക്ഷെ എന്റെ ജോണിക്കുട്ടിയുടെ ലാസ്റ്റ് ടൈമിലാണ് കിട്ടിയത്. അവിടുന്ന് ബുക്ക് ചെയ്ത് ചുക്കി ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കിട്ടിയത് അല്ലേ? മാളുവിന്റെ ചക്കിയുടെ ആയിരുന്നു. മാളുവിന്റെ ചക്കിയുടെ ലാസ്റ്റ് നിമിഷം കിട്ടിയത്. ചക്കിയും കൊച്ചും പപ്പയും സെയിം കളർ. പിന്നെ ഞാനും മമ്മിയും മാളും പക്ഷെ ജോണിക്കുട്ടി ഒരു ബേബി ഷെയ്ഡ് ആയതുകൊണ്ട് നല്ലൊരു ലൈറ്റ് അതിനോട് മാച്ച് ഇത് മാച്ച് ആവുന്ന പോലത്തെ ഇത് ഓൾറെഡി ഇവരുടെ നമുക്ക് എഡിറ്റ് ചെയ്ത വർഷം വേറെ വരും. ഇപ്പൊ അവർ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നിടത്തെ അച്ഛൻ പൊന്നൊരു കുട്ടിനെ നമുക്കിത് ഇച്ചിരി ഊരി വെക്കാം. അല്ലെങ്കിൽ ഉടുപ്പ് മുഴുവൻ മഞ്ഞ നിറാവും. നല്ല വെതറായിരുന്നല്ലേ? ഭയങ്കര നല്ലതെന്ന് പറയല്ല, കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്റർ വെതർ ആയിരുന്നു പറയാം. അല്ല മഴയില്ലാട്ടിരുന്നു. കണ്ടിട്ട് എന്റെ കൊതിയെന്ന് ഓർത്ത് ഇത് നമ്മുടെ പറമ്പിലെ മാങ്ങാപ്പഴം കേട്ടോ. മാങ്ങാപ്പഴം മാത്രമേ ഉള്ളൂ. മാങ്ങാപ്പഴം നല്ലതായിട്ട് പേസ്റ്റ് ആക്കി എടുത്തു. നമ്മളെല്ലാം മാങ്ങാപ്പഴം കഴിക്കുമ്പോൾ രസക്കൂട്ടിന് ഭയങ്കര കൊതിയാണ്, ചാടി പിടിക്കുക. ഇങ്ങനെ അവനെ ടേസ്റ്റ് പിടിപ്പിച്ച് നോക്കി. അപ്പോൾ കണ്ണൊക്കെ തുറച്ച് ചാടി കടിച്ച് തിന്നാൻ വരുന്നു. ഇഷ്ടപ്പെട്ടല്ലേ? മാങ്ങാപ്പഴം ചുമ്മാ പേസ്റ്റ്, നല്ല പഴുത്ത മാങ്ങാപ്പഴം തിന്നോട്ടെ. മാങ്ങാപ്പഴം ഒത്തിരി നല്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. ഇച്ചിരി ആയിട്ടോ കൊടുക്കാവുള്ളൂ. 1 സ്പൂണോ 2 സ്പൂണൊക്കെ കൊടുക്കാവുള്ളൂ. ബേബി ഫുഡ് പോലെ മാംഗോ പ്യൂരി. ഇഷ്ടപ്പെട്ടോ? വിചാരിച്ച പോലെ എഫക്റ്റ് ഇല്ല. ചെറിയ പുളിയുണ്ട്. പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ കണ്ടോ? ഇഷ്ടപ്പെട്ടോടാ? ഇഷ്ടപ്പെട്ടോ? കുഞ്ഞുവാവയ്ക്ക് ഇഷ്ടപ്പെട്ടോ?
പുള്ളി ആ ടേസ്റ്റിന്റെ ലോകത്തിലാണ്. അവന്റെ കൈ ഇത് നോക്കിയാണേ. ആ ഇഷ്ടപ്പെട്ടാ? നല്ലതാണോ? ഓ, ഇതായിരുന്നു ഇവരൊക്കെ ഇത്ര രുചിക്ക് കഴിച്ചോണ്ടിരുന്ന കൊച്ചിന്റെ എക്സ്പ്രഷൻ. ഇതിന് ഇത്ര ഉള്ള രുചിയുള്ളല്ലേ? അങ്ങാപ്പ സൂപ്പറാ. കഴിച്ചോ പൊന്നു, കഴിച്ചോ. ഓ, ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? ടേസ്റ്റ്. പുള്ളി നുണഞ്ഞു രുചി അറിഞ്ഞ കഴിക്കുന്നേ. ഇതാണ് എല്ലാരും കൊതി പിടിച്ച് കഴിച്ചോണ്ടിരുന്നേ. ഇത് ഫുൾ കൊടുക്കണ അല്ലല്ലേ? മാങ്ങാപ്പഴം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടില്ല. പുള്ളി കൈ കൊണ്ട് പിടിച്ച് വായിക്കത്തിരിക്കുക. കൊല്ലം പഴിപ്പിക്കാൻ വേണ്ടി മൂടി വെച്ചേക്കുക. അത് പോയി എടുത്തു വന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ പഴവും കുന്തമൊക്കെ തിന്ന് മടുത്തൂലേ? ചുക്ക് മടുത്തു ചേക്കു? ഞാൻ മടുത്തിട്ടില്ല മോനെ. എനിക്കങ്ങോട്ടങ്ങ് ഫ്യൂവൽ അടിച്ച് കിട്ടും. നല്ല മോർണിംഗാ. എനിക്കതിലൊരു ഫ്രസ്ട്രേഷൻ ഒന്നുമില്ല. പക്ഷെ ആകെ സങ്കടം എനിക്കെന്നെ കണ്ണാടി കാണുമ്പോഴേ ഉള്ളൂ. നമ്മുടെ ഫുഡിന്റെ ഫ്രണ്ട് വീട്ടിലെ കണ്ണാടി ഒക്കെ എടുത്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, എനിക്കൊരു കണ്ണാടി പോലും കാണണ്ട. നമ്മള് പോകുമ്പോഴേക്കും പച്ചക്കുരുമുളക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കണ്ടോ. അപ്പം നമ്മൾ പോകുമ്പോൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന വാഴയിലേക്കകത്ത് ഇങ്ങനെ പച്ച ആയിട്ടുള്ള കുരുമുളക് നമ്മൾ എടുത്തോണ്ട് പോകും. എന്നിട്ട് ഫ്രോസൺ ആയിരിക്കും അല്ലേ? നാച്ചുറൽ ആയിട്ടുള്ള ഡിയോഡ്രന്റ് എന്താണെന്നറിയോ? അതായത് നമ്മളൊരു അഡൽട്ട് ഏജ് ഇതൊക്കെ കഴിയുമ്പോൾ ഹോർമോൺസിന്റെ കൊണ്ട് വേർപ്പ്, കുളിച്ചാലും ചിലപ്പോൾ സെയിം ഡേയിൽ വേർപ്പ് സ്മെല്ല് വരുന്നവരുണ്ട്. എല്ലാവരും ഡിയോഡ്രന്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നേച്ചറിൽ നിന്ന് കിട്ടുന്ന സാധനം എന്താണെന്നറിയോ? ഇത് കണ്ടോ, ഈ നാരകമില്ലേ, നാരകത്തിന്റെ ഇല എടുത്ത് ഞെരടിയിട്ട് അത് തേക്കും. ആണോ? ഇതൊക്കെ നമുക്ക് അറിവാട്ടോ. ആണോ? മാങ്ങാപ്പഴം ശരിക്കും വഴിത്തറപ്പെടുന്നത് കുറെ. ഇതെല്ലാം കൂടെ ഇന്ന് കുറച്ച് അതുകൊണ്ട് ആ കപ്ലങ്ങയുണ്ട്. ആ കപ്ലങ്ങയായിരുന്നു ടാസ്ക്. പക്ഷെ അത്രയും തുഞ്ചെടുത്തുള്ള കപ്ലങ്ങ എന്തായാലും നമുക്ക് പറയാൻ പറ്റില്ല. അത് തോട്ടി കെട്ടി പറ്റൂലേ. അടിയിലും ചാമ്പങ്ങ എപ്പോൾ കണ്ടാലും ഉണ്ടല്ലോ. ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പോന വഴിക്ക് ഇങ്ങനെ ചാമ്പന്മാരുണ്ടായിരുന്നു. തലക്കുളത്തിന് പോണ വഴിക്ക്. അപ്പോൾ ഞങ്ങൾ ഇത് ഡിക്സി എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഉണ്ടായിരുന്നേ. എല്ലാവരും പറഞ്ഞു, ചേച്ചി എല്ലാവർക്കും പറിച്ചു തരുന്നത്. ആ ചേച്ചി ഇത് പറിച്ചിട്ട് കണ്ടോ, ഇതുപോലെ നിറച്ച് ഉറുമ്പുണ്ടാവും. ചേച്ചിക്ക് ഉറുമ്പൊന്നും പ്രശ്നമല്ല. ഇങ്ങനെ പൊളിക്കും, കുരു എടുത്ത് കളയും, അതങ്ങനെ വായിലിടും. തിന്നുമ്പോൾ ഇതിലൂടെ കുറുമ്പിറങ്ങിയപ്പോ എനിക്കത് കണ്ട് ചേച്ചി പറയാം, എടി ഉറുമ്പ് തിന്ന കണ്ണിന് കാഴ്ച കൊടുക്കും, നിനക്കറിയില്ലേ? അതല്ലേ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ ചാമ്പങ്ങയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകും. എന്നിട്ട് അത് വിൽക്കും പിള്ളേർക്ക് 25 പൈസയ്ക്ക്. അന്നേരം പെൺപിള്ളേരും ആൺപിള്ളേരൊക്കെ വാങ്ങും. കൂടുതലും പെൺപിള്ളേരാണ്. 25 പൈസയ്ക്കൊക്കെ നമ്മൾ കൊടുക്കും. ചാമ്പങ്ങ ജാതിക്കൊക്കെ കൊടുക്കുമായിരുന്നു. അത് 80s 90s പിള്ളേരൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ. അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന സാധനം കൊണ്ട് പോകുമല്ലോ സ്കൂളിൽ പോകുമ്പോൾ, പോക്കറ്റ് പണിക്ക് വേണ്ടിയിട്ട്. എന്നാ മുകളിൽ പഴം എടുക്കുമ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ചീകിയുടെ ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഈ ചക്കയുടെ കുതിയൊക്കെ മാറിയേ. പ്ലാവിൽ നിറച്ചെല്ലാം ചക്ക നടക്കുന്നതാണപ്പോഴേക്കും ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഫീലൊന്നുമില്ല. സത്യം പറഞ്ഞാൽ മാങ്ങ ഇങ്ങനെ കിടക്കുമ്പോൾ പറിച്ച് തിന്നാനല്ല കൊതി, അതങ്ങനെ തുറ്റി ഉണ്ടായി നിൽക്കുന്ന കണ്ടുകൊണ്ടിരിക്കാനുള്ള കൊതിയാണ്. ഭയങ്കര രസമല്ല കണ്ടുകൊണ്ടിരിക്കാൻ. പത്തായത്തിൽ കൊല പഴുപ്പിക്കാൻ കെട്ടിവെച്ചതാണ്. മോളിൽ കൊണ്ടുപോയിക്കേ, അപ്പം പഴുത്ത് സെറ്റാവും. അപ്പം തൽക്കാലം കൊണ്ടുവയ്ക്കാലോ. അതിന്റെ പുറകിൽ തന്നെ ചെയ്യാ. അതിന്റെ പുറകിൽ എന്തുണ്ട്? എന്നെ ചെയ്യും വരേട്ടോ പഠിപ്പിക്കണ പിള്ളേരൊക്കെ പേടിച്ചു പോയോ? കൊച്ചുങ്ങളെ പേടിച്ചു പോയി നോക്കിയിട്ട് അങ്ങോട്ട് നോക്കി അവിടെ എന്നെ നോക്കി പേടിച്ചു പോയി. ഇതിലും കൊലയോട് പോയിട്ട് ഓരോന്ന് ആവശ്യക്കാരെ ഇരിഞ്ഞു തിന്നുക അല്ലേ? കെട്ടിത്തൂക്കിയിടാ അതല്ലേ, ചായക്കടയിലൊക്കെ മറ്റേ ഇത് കെട്ടിത്തൂക്കിയിടുകയല്ലേ, എന്നിട്ട് ആവശ്യക്കാർ ഇരിഞ്ഞെടുത്ത് തിന്നുക. എങ്ങനെയുണ്ട് ഐഡിയ? നമ്മൾ ഫിൻലൻഡിലെ എത്ര രൂപ കൊടുത്താലും കിട്ടാത്ത സാധനമാണ് വാഴപ്പഴം. നല്ല പഴം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഇങ്ങനെ കയറി ഇറങ്ങി പിള്ളേരും ഞങ്ങൾ തിന്ന് തീർക്കുമല്ലോ. നല്ല മണമാണേ. ശരിക്കും പറയാം, ഫിൻലൻഡിൽ നല്ല മണം. വാഴപ്പഴത്തിന് മണമില്ലല്ലോ, ഒന്നിനുമില്ല. പൈനാപ്പിളിനുണ്ട്, ഒരു സാധനത്തിനുള്ള മണമല്ല. ആകെ മണമുള്ളതുകൊണ്ട് അവരുടെ സ്വന്തം സംഭവങ്ങൾ, അതായത് സ്ട്രോബെറി, ബ്ലൂബെറി. മതിയോ? ഒരുപാട് എടുക്കണോ? മതി 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 മതി. നമ്മുടെ വേളാങ്കണ്ണി കരിഞ്ഞല്ലോ ചായ. മുട്ട് കരിഞ്ഞു. മതിയോ? മുകളിൽ നമുക്കൊരു 3 മുറിയുണ്ട്. ചുമ്മാ ജസ്റ്റ് ആർക്കെങ്കിലൊക്കെ
ജോലിക്കൊക്കെ ഉള്ളവരൊക്കെ താമസിക്കാനും വേണ്ടിയിട്ടുള്ള 3 ബെഡ്റൂം ചുമ്മാ റൂഫ് ചെയ്ത് സീൽ ചെയ്തിട്ട് ചുമ്മാ ഇട്ടിട്ടുണ്ട്. അതെ, ഇവിടെ പിന്നെ നമുക്ക് ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ നമുക്ക് AC വേണ്ട കേട്ടോ, നല്ല തണുപ്പാകാം. ഫാൻ ഇട്ടാൽ തന്നെ ഭയങ്കര തണുപ്പാണ്. വേറെ ഒരു കുഞ്ഞു മുറിയുണ്ട്, അവിടെ ലൈറ്റ് ഉണ്ടെന്നേ. ഒത്തിരി ലൈറ്റ് ഇല്ല ഇവിടെ, വെറുതെ ചുമ്മാ റൂം പോലെ തിരിച്ചിട്ടിട്ടുണ്ടെന്നേ ഉള്ളേ. ഇതിപ്പോ ചിക്കൻ ഒരു നേരം കഴിക്കാനുള്ള പഴം ഇരിക്കില്ല, ഇഷ്ടമില്ല പഴം മറഞ്ഞു വീണ്. വേറെ എന്ത് പോയാലും വേണ്ടില്ല, അത് പോയാണ്ടല്ലോ വിവരം അറിയും. മദ്യം ചെകുത്താനാണ്, അറിയാവോ? മദ്യം പിശാചാണ്. അതെന്റെ കൈ കൊണ്ട് ഓടാൻ പറ്റില്ല, എന്നാ അത് വാസന ഉള്ളവർ പിടിച്ചാൽ മതി. ഏതാ വാസന? വീണ്ടും ചെറിയ മഴ തുടങ്ങി. ഇപ്പൊ കുഴപ്പമില്ലായിരുന്നു. തീടാൻ പറ്റും. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് പറയാം. അതെ, മഴ കാരണം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇത്തവണ നമുക്ക് എന്തെങ്കിലും ഗ്രില്ല് ചെയ്യണല്ലോ. എപ്പോഴേലും പോസിബിൾ ആയിരിക്കും. ചിക്കു ആടിന്റെ തല സൂപ്പ് വെച്ച് കൊടുത്താലോ ഇത് ഗ്രില്ലിനകത്താ. അതിന്റെ മുകളിൽ വലിയ ഉരുളിയൊക്കെ വെച്ചിട്ട്. എനിക്ക് വേണ്ട, കാണിച്ചോണ്ട് പപ്പനെ കാണിച്ചോണ്ട്. ഇത് കപ്പപ്പുഴുക്ക്, ഇത് ഉണക്കപ്പയാണ് കഴിക്കുന്നല്ല. അത് കറി എടുക്ക്. അല്ലെന്നേ, നിങ്ങൾക്കെല്ലാം കൊണ്ട്, പക്ഷെ അവന് ഇച്ചിരി ചോറുണ്ടോ? അങ്ങനെയാണെങ്കിൽ